നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് എല്ലാം അറിയാം പക്ഷേ ഒന്നും നടക്കുന്നില്ല. പുസ്തകങ്ങൾ വായിച്ചു, വീഡിയോകൾ കണ്ടു, മോട്ടിവേഷൻ കേട്ടു, എന്നിട്ടും ജീവിതം മാറുന്നില്ലെങ്കിൽ പ്രശ്നം അറിവിലല്ല, നമ്മുടെ ഉപബോധ മനസ്സിലാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിയ ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകവും അത് എഴുതിയ ജോസഫ് മർഫി പറഞ്ഞ ഉപബോധ മനസ്സിൻ്റെ ശക്തിയും ഞാൻ ലളിതമായി വിശദീകരിക്കാം. ജോസഫ് മർഫി ആരാണ്? ജോസഫ് മർഫി ഒരു ഡോക്ടറോ സൈക്കോളജിസ്റ്റോ മാത്രമല്ല, അദ്ദേഹം മൈൻഡ് സയൻസ് പഠിപ്പിച്ച ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം 30 വർഷത്തിലധികം മനസ്സിൻ്റെ പ്രവർത്തനം പഠിച്ചു. ഒരു കാര്യം മർഫി വ്യക്തമായി പറഞ്ഞു: നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 90% കാര്യങ്ങളും നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഫലമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം ലോകത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളിൽ ഒന്നായത്. ജോസഫ് മർഫി പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ മനസ്സിന് 2 ഭാഗങ്ങളുണ്ട്, ബോധമനസ്സ്, ഉപബോധ മനസ്സ്. ബോധമനസ്സ് ചിന്തിക്കും, ഉപബോധ മനസ്സ് പ്രവർത്തിപ്പിക്കും. നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് സത്യമോ അല്ലയോ എന്ന് ഉപബോധ മനസ്സ് പരിശോധിക്കില്ല. നീ വിശ്വസിക്കുന്നതിനെ അത് നേരെ സ്വീകരിക്കും. ഉപബോധ മനസ്സ് എങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെടുന്നു? മർഫി പറയുന്ന ഒരു പ്രധാന കാര്യം, റിപ്പീറ്റേഷൻ ഈസ് ദ കീ. അത് അർത്ഥമാക്കുന്നത് എന്ത്? നീ ആവർത്തിച്ച് പറയുന്ന വാക്കുകൾ ഉപബോധ മനസ്സിൽ പതിയും. എനിക്ക് പറ്റില്ല, ഞാൻ അൺലക്കിയാണ്, എനിക്ക് പണമില്ല. ഇത് ദിവസേന പറഞ്ഞാൽ ഉപബോധ മനസ്സ് പറയും, ശരി, ഇതാണ് നിന്റെ റിയാലിറ്റി. ബാല്യകാലവും ഉപബോധ മനസ്സും. ജോസഫ് മർഫി പറയുന്നത് കുട്ടിക്കാലത്ത് ബോധമനസ്സ് ബലഹീനമാണ്, ഉപബോധ മനസ്സ് തുറന്നിരിക്കുകയാണ്. അപ്പോഴാണ് മാതാപിതാക്കൾ, ടീച്ചേഴ്സ്, സമൂഹം പറയുന്ന ഓരോ വാക്കുകൾ നേരെ മനസ്സിൽ പതിയുന്നത്. അതുകൊണ്ടാണ് വളർന്നിട്ടും ചിലർക്ക് പേടിയും ആത്മവിശ്വാസക്കുറവും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് കോട്ടുണ്ട്, ആസ് യു തിങ്ക് സോ ഷാൽ യു ബി. നീ എന്ത് ചിന്തിക്കുന്നു എന്നതല്ല, നീ എന്ത് വിശ്വസിക്കുന്നു എന്നതാണ് നിന്റെ ജീവിതം. നിന്റെ ഉപബോധ മനസ്സ് വിശ്വാസങ്ങൾ അനുസരിച്ചാണ് നിന്റെ ജീവിതം നിർമ്മിക്കുന്നത്. മർഫി പറഞ്ഞ 3 പ്രാക്ടിക്കൽ മാർഗങ്ങൾ. 1. പോസിറ്റീവ് അഫർമേഷൻസ്. നമ്മൾ ദിവസവും ഒരേ വാക്കുകൾ ആവർത്തിക്കുക. ഉദാഹരണത്തിന്, ഞാൻ ശാന്തനാണ്, ഞാൻ വിജയത്തിലേക്ക് നീങ്ങുകയാണ്, ഞാൻ സമ്പന്നയായിക്കൊണ്ടിരിക്കുകയാണ്. 2. വിഷ്വലൈസേഷൻ. നീ ലക്ഷ്യം നേടിയതായി മനസ്സിൽ കാണുക. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മളത് ഇപ്പോൾ നടന്നതായി ഇമാജിൻ ചെയ്യുക. 3. സ്ലീപ്പ് ബിഫോർ പ്രോഗ്രാമിംഗ്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നല്ല ചിന്ത മനസ്സിൽ വയ്ക്കുക. ഈ സമയത്ത് ഉപബോധ മനസ്സ് വളരെ ശക്തമായി പ്രവർത്തിക്കും. മർഫി പറഞ്ഞത് വളരെ സിമ്പിളാണ്. നിന്റെ ജീവിതം മാറ്റണമെങ്കിൽ പുറത്തെ ലോകം മാറ്റാൻ ശ്രമിക്കണ്ട. ആദ്യം ഉപബോധ മനസ്സ് മാറ്റൂ. കാരണം ഉപബോധ മനസ്സ് മാറുമ്പോൾ നിന്റെ തീരുമാനങ്ങൾ മാറും, പ്രവർത്തനം മാറും, അവസാനം നിന്റെ ജീവിതം തന്നെ മാറും. ലോകത്ത് വിജയിച്ചവർ അസാധാരണ കഴിവുള്ളവർ ആയിരുന്നില്ല. അവർ സാധാരണ ആളുകളാണ്. പക്ഷേ അവർ സ്വയം വിശ്വസിച്ചു. അവർ പറഞ്ഞത് ഒരേ ഒരു കാര്യം, എനിക്ക് കഴിയും, ഞാൻ ശ്രമിക്കും. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ ഒരു തീരുമാനം മാത്രം എടുത്താൽ മതി. ഇന്ന് മുതൽ ഞാൻ എന്നെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രം പറയും. ഇത്രമാത്രം മതി. കാരണം നിങ്ങളുടെ ഉള്ളിലെ നിധി പുറത്തുനിന്ന് കിട്ടേണ്ടതല്ല, അത് നിങ്ങൾ തന്നെയാണ് തുറക്കേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.